നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പത്തനംതിട്ട കോന്നി കൂടലിൽ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. കാർ യാത്രക്കാരായ മല്ലശ്ശേരി സ്വദേശികളാണ് മരിച്ചത്. നിഖിൽ, അനുവിന്റെ അച്ഛൻ ബിജു, നിഖിലിന്റെ അച്ഛൻ മത്തായി ഈപ്പൻ എന്നിവരാണ് മരിച്ചത്. അനുവും നിഖിലും വിവാഹിതരായത് അടുത്തിടെയാണ്. മലേഷ്യയിൽ മധുവിധു ആഘോഷം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് അപകടം. അപകടത്തിൽ മരിച്ച ബിജു പി ജോർജിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചു. 6 വർഷത്തോളം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ബിജു പി ജോർജ് സെക്യൂരിറ്റിയായി സേവനമനുഷ്ഠിച്ചിരുന്നു. ജീവനക്കാരുടെ ആവശ്യപ്രകാരമാണ് മൃതദേഹം അല്പസമയം പൊതുദർശനത്തിന് വെച്ചത്. പല അപകടങ്ങളും സംഭവിക്കുന്നത് അശ്രദ്ധ മൂലമാണെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കൂടലിലെ അപകടം ഡ്രൈവർ ഉറങ്ങിപ്പോയത് മൂലം സംഭവിച്ചതാണ്. ആവശ്യത്തിന് ഉറങ്ങിയ ശേഷം മാത്രം വണ്ടി ഓടിക്കുന്ന സംസ്കാരം ഉണ്ടാക്കണമെന്നും ഗതാഗത മന്ത്രി. 2 ആഴ്ച മുമ്പ് അപകടമുണ്ടായ തിരൂർ ആലത്തിയൂർ പഞ്ഞൻപടിയിൽ വീണ്ടും വൻ അപകടം. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സും പിക്കപ്പും കൂട്ടിയിടിച്ചു. 2 വാഹനങ്ങളിലെയും ഡ്രൈവർമാർക്ക് പരിക്കേറ്റു. ദേശീയപാതയിൽ വടകരയിൽ കാറിടിച്ച് വയോധിക മരിക്കുകയും പേരമകൾ അബോധാവസ്ഥയിലാവുകയും ചെയ്ത സംഭവത്തിൽ പ്രതിക്കെതിരെ ഇൻഷുറൻസ് തട്ടിപ്പിന് കേസെടുത്തു. വ്യാജരേഖ ചമച്ച് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പണം തട്ടിയതിനാണ് നാദാപുരം പോലീസ് കേസെടുത്തത്. അപകടത്തിൽ വാഹനത്തിലുണ്ടായ കേടുപാടുകൾ മാറ്റാൻ വാഹന ഉടമയായ പ്രതി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ നൽകിയ വിവരമാണ് അന്വേഷണത്തിന് വഴിത്തിരിവായി മാറിയത്. എറണാകുളം കോതമംഗലത്ത് കാട്ടാന മറിച്ചിട്ട പനമരം ദേഹത്ത് വീണ് മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിനി ആൻമേരിയാണ് മരിച്ചത്. പരിക്കേറ്റ സുഹൃത്ത് ചികിത്സയിൽ തുടരുകയാണ്. ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ കാട്ടാന പിഴുതിട്ട പനമരം ഇരുവരുടെയും ദേഹത്തേക്ക് വീണായിരുന്നു അപകടം നടന്നത്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്രം. VGF നിബന്ധനയിൽ മാറ്റമില്ല. വരുമാനം പങ്കുവെക്കണമെന്ന നിലപാടിൽ പിന്നോട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ MP-യുടെ ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്രം വീണ്ടും നിലപാട് വ്യക്തമാക്കിയത്. രക്ഷാദൌത്യത്തിന് തുക ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന്റേത് മുറിവിൽ മുളക് പുരട്ടുന്ന സമീപനമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേരളത്തിന് സഹായം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അപഹസിക്കുക കൂടി ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തത് വയനാട് പുനരധിവാസത്തെ ബാധിക്കില്ലെന്നും KN ബാലഗോപാൽ. ദുരന്ത നിവാരണത്തിന് കേന്ദ്രം പണം ചോദിച്ചത് ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്ന് മന്ത്രി K. രാജൻ. പണം നൽകാൻ സംസ്ഥാനത്തിന് കഴിയാത്ത സാഹചര്യം കേന്ദ്രത്തെ അറിയിക്കും. വെള്ളക്കരത്തിന് സമാനമാണ് കേന്ദ്ര നടപടിയെന്ന K. സുരേന്ദ്രന്റെ പ്രസ്താവന നീതീകരിക്കാനാകാത്തതാണെന്നും K. രാജൻ. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടപ്പാക്കിയ സോളാർ പദ്ധതിയിൽ അഴിമതി ആരോപണവുമായി M. വിൻസെന്റ് MLA. സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചത് ബെഞ്ച്മാർക്ക് വിലയേക്കാൾ അധിക തുകയ്ക്കാണ്. 69 കോടിക്ക് പൂർത്തിയാക്കാവുന്ന പദ്ധതി 101 കോടിക്കാണ് നൽകിയതെന്നും വിൻസെന്റ്. ടെൻഡർ നടപടികൾ ദുരൂഹമാണെന്നും MLA. PV അൻവർ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയെന്നത് അടിസ്ഥാനരഹിതമെന്ന് KC വേണുഗോപാൽ. മാധ്യമ വാർത്ത തെറ്റ്. കൂടിക്കാഴ്ച നടത്തേണ്ടി വന്നാൽ അത് അപ്പോൾ നോക്കാം. സാങ്കല്പിക ചോദ്യങ്ങൾക്ക് മറുപടിയില്ലെന്നും KC വേണുഗോപാൽ. കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നിലവിൽ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് KC വേണുഗോപാൽ. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളിൽ കൂടിയാലോചനകൾ നടത്താറുണ്ട്. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്യ പ്രസ്താവനകൾ അനുവദിക്കില്ല. പാർട്ടിക്ക് അത് ഗുണം ചെയ്യില്ലെന്നും KC വേണുഗോപാൽ. തന്നെ ആർക്കും നിശബ്ദനാക്കാൻ കഴിയില്ലെന്ന് N. പ്രശാന്ത് IAS. ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം വിലക്കാൻ സ്റ്റേറ്റിന് കഴിയില്ല. സസ്പെൻഷനിൽ ആയ ശേഷവും ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ മാധ്യമങ്ങളിലൂടെ അഭിമുഖം നൽകിയതിന് ചാർജ് മെമ്മോ കിട്ടിയ ശേഷമായിരുന്നു News 18 Q18 പ്രശാന്തിന്റെ പ്രതികരണം.
ഗോപാലകൃഷ്ണൻ IASന്റെ മല്ലു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ പ്രതികരണവുമായി N പ്രശാന്ത്. വാട്സാപ്പ് ഗ്രൂപ്പിന് പിന്നിൽ A ജയതിലകാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. കേഡറിൽ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് ഇരുവർക്കുമാണ്. ഫോൺ ഫോർമാറ്റ് ചെയ്തതിലൂടെ ഒളിപ്പിക്കേണ്ട ഗുരുതരമായ വിവരങ്ങളോ ചാറ്റുകളോ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ആശങ്കയെന്നും പ്രശാന്ത് Q18. മെക്സവൻ വിവാദത്തിൽ മലക്കം മറിഞ്ഞ് CPM നേതാവ് P മോഹനൻ. മെക്സവനെ കുറിച്ച് അല്ല താൻ തളിപ്പറമ്പിൽ പറഞ്ഞത്. പൊതുയിടങ്ങളിൽ വർഗീയ ശക്തികൾ നുഴഞ്ഞുകയറുന്നതിനെതിരായ ജാഗ്രതാ നിർദ്ദേശമായിരുന്നു അത്. രാഷ്ട്രീയ മതചിന്തകൾക്ക് അതീതമായ പൊതു ഇടമാണ് മെക്സവൻ. ഇത്തരം ഇടങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി, RSS തുടങ്ങിയ സംഘടനകൾ നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിനുള്ള കൂട്ടായ്മകൾ നല്ലതാണെന്നും P മോഹനൻ. തലസ്ഥാനത്തെ ബാറിൽ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. തലസ്ഥാനത്തെ ഡാൻസ് ബാറിലാണ് കഴിഞ്ഞ ദിവസം രാത്രി സംഘർഷം ഉണ്ടായത്. ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെ സംഘവും എയർപോർട്ട് സാജന്റെ സംഘവുമാണ് ഏറ്റുമുട്ടിയത്. കൊച്ചി കാക്കനാട് വാഴക്കാലയിലെ കച്ചവടക്കാരന്റെ മരണം കൊലപാതകം. വാഴക്കാല ഓത്തുപള്ളി റോഡിലെ താമസക്കാരനായ MA സലീമിന്റെ മരണത്തിലാണ് വഴിത്തിരിവുണ്ടായത്. മോഷണ ശ്രമത്തിനിടെയാണ് സലീമിനെ കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. കേസിൽ 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് പുങ്ങഞ്ചാലിൽ വഴിത്തർക്കത്തെ തുടർന്ന് അയൽവാസികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് സംഘട്ടനം. 6 പേർക്ക് പരിക്കേറ്റു. ഇവർ കാഞ്ഞങ്ങാട്ടെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ്. തലവെല്ലാം മുറിഞ്ഞു. കുടകര കുഴൽപ്പണക്കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിൽ രഹസ്യമൊഴി നാളെ രേഖപ്പെടുത്തും. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുക. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂരിലെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 4 ചാക്കുകളിലായി 9 കോടി കുഴൽപ്പണം എത്തിച്ചെന്നായിരുന്നു തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. മഴ മാറിയത് തീർത്ഥാടകർക്ക് ആശ്വാസമായി മാറി. ഇന്നലെ 80,121 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ശബരിമലയിൽ ദർശനം നടത്തി പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ. ഇന്നലെ രാത്രി പമ്പയിൽ നിന്നും കെട്ടുനിറച്ചാണ് മല കയറിയത്. മുൻ വർഷത്തെക്കാളും സുഗമമായി ദർശനം നടത്താനായെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. സന്നിധാനത്തെ സൗകര്യങ്ങളെക്കുറിച്ച് ഭക്തർ വിലയിരുത്തട്ടെ എന്നും ചാണ്ടി ഉമ്മൻ. കല്യാണ ക്ഷണക്കത്തിന്റെ രൂപത്തിൽ പുത്തൻ ഡിജിറ്റൽ തട്ടിപ്പുമായി ഹാക്കർമാർ. വാട്സാപ്പിൽ കല്യാണ ക്ഷണക്കത്ത് എന്ന വ്യാജേന വരുന്ന മെസ്സേജ് വഴിയാണ് ഹാക്കിംഗ് നടക്കുന്നത്. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ്. ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ചോദ്യങ്ങൾ തയ്യാറാക്കിയ അധ്യാപകരിൽ നിന്നും മൊഴിയെടുക്കും. ചോദ്യപേപ്പർ അച്ചടിച്ചതിലും വിതരണം ചെയ്തതിലും വീഴ്ചയുണ്ടായോ എന്ന് വിദ്യാഭ്യാസ വകുപ്പും അന്വേഷിക്കും. തിരുവനന്തപുരത്ത് ആദ്യമായി ഇമേജ്ലെസ് റോബോട്ടിക് ശസ്ത്രക്രിയ നടന്നു. SP ഫോർട്ട് ആശുപത്രിയിലാണ് ഇമേജ്ലെസ് സോബേസ് സിസ്റ്റം ഉപയോഗിച്ച് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. 1.5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ചീഫ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ നിരഞ്ജൻ, ഡോക്ടർ ജസ്റ്റിൻ, അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് ദുർഗ പ്രസാദ്, ഡോക്ടർ വിമൽ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ലക്ഷദ്വീപിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിൽ പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ദുർബലമാകാനാണ് സാധ്യത. തെക്കൻ ആൻഡമാൻ കടലിനു മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ഇന്ന് ന്യൂനമർദ്ദമാകാൻ സാധ്യതയുണ്ട്.
അതേസമയം കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നു. 24 മണിക്കൂറിനുള്ളിൽ 7 അടിയാണ് ഉയർന്നത്. ജലനിരപ്പ് ഉയർന്നതോടെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും ഉയർത്തി. ദേശീയ വാർത്തകൾ. മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ വികസനത്തിന്റെ ഭാഗമായി കൂടുതൽ മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 4 മണിയോടെയാണ് ചടങ്ങ് നടക്കുന്നത്. 30ഓളം മന്ത്രിമാർ ചുമതല ഏറ്റെടുക്കും. BJP നിരവധി പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയതായാണ് സൂചനകൾ. മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കില്ല. ലോക്സഭാ നടപടികളുടെ പുതുക്കിയ പട്ടികയിൽ ബില്ല് ഉൾപ്പെടുത്തിയിട്ടില്ല. സാങ്കേതിക കാരണങ്ങളാൽ ബില്ല് അടുത്ത ദിവസത്തേക്ക് മാറ്റിയതായി സൂചന. ബില്ലിനെ പ്രതിപക്ഷം എതിർത്തിരുന്നു. ബംഗളൂരുവിലെ IT ഉദ്യോഗസ്ഥൻ അതുൽ സുഭാഷിന്റെ ആത്മഹത്യയിൽ ഭാര്യയും ബന്ധുക്കളും അറസ്റ്റിൽ. നികിത സിംഘാനിയോടൊപ്പം ഭാര്യ മാതാവ് നിഷ സിംഘാനിയ, സഹോദരൻ അനുരാഗ് സിംഘാനിയ എന്നിവരെയാണ് ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഉത്തരേന്ത്യയിൽ കനത്ത ശൈത്യം തുടരുന്നു. ഡൽഹിയിൽ ഈ ശൈത്യകാലത്ത് 3ാം തവണയും താപനില 5 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി. ജമ്മുവിൽ സ്കൂളുകൾക്ക് ശൈത്യകാല അവധി ആരംഭിച്ചു. അലഹബാദ് ജഡ്ജിയുടെ വിദ്വേഷ പ്രസംഗത്തിൽ ഇടപെടലുമായി കൊളീജിയം. ജഡ്ജി ശേഖർ കുമാർ യാദവ് ചൊവ്വാഴ്ച കൊളീജിയത്തിന് മുമ്പാകെ നേരിട്ട് ഹാജരാകണം. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനാകുന്ന കൊളീജിയത്തിന് മുമ്പാകെ എത്തി വിശദീകരണം നൽകണം. സംഭാലിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നടപടികൾ തുടരുകയാണ്. ബുൾഡോസർ ഉപയോഗിച്ച് അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നു. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം. സംഭലിൽ വർഗീയ കലാപത്തെ തുടർന്ന് 1978 മുതൽ പൂട്ടിക്കിടന്ന ക്ഷേത്രം ജില്ലാ അധികൃതർ വീണ്ടും തുറന്നു. ഷാഹി ജുമാ മസ്ജിദിന് സമീപത്തെ ക്ഷേത്രമാണ് തുറന്നത്. ഈ ക്ഷേത്രത്തിന് 500 വർഷമെങ്കിലും പഴക്കമുണ്ടെന്നും പ്രദേശവാസികൾ. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് യോഗി ആദിത്യനാഥ്. രാജ്യസഭാ ചെയർമാൻ ധൻഖറെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രതിപക്ഷ നീക്കത്തിനെതിരെയാണ് UP മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സത്യം പറയുന്നവരെ നിശബ്ദമാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് യോഗി വിമർശിച്ചു. അന്താരാഷ്ട്ര വാർത്തകൾ. ദക്ഷിണ കൊറിയയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഹാൻ ഡക്-സൂ US പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തി. ദക്ഷിണ കൊറിയൻ പാർലമെന്റ് പ്രസിഡന്റ് യൂൻ സുഗ്യോനെ ഇംപീച്ച് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ചർച്ച. ദക്ഷിണ കൊറിയ വിദേശ സുരക്ഷാ നയങ്ങൾ തടസ്സമില്ലാതെ നടപ്പിലാക്കുമെന്നും US സഖ്യം നിലനിർത്തുമെന്നും ആക്ടിംഗ് പ്രസിഡന്റ് ഹാൻ. ദക്ഷിണ കൊറിയയ്ക്കുള്ള അമേരിക്കയുടെ പിന്തുണ മാറ്റമില്ലാതെ തുടരുമെന്നും പ്രസിഡന്റ് ബൈഡൻ ആവർത്തിച്ചു. ഡൊണാൾഡ് ട്രംപ് നൽകിയ മാനനഷ്ട കേസിൽ നഷ്ടപരിഹാരം നൽകാൻ സമ്മതിച്ച് ABC ന്യൂസ്. $15 മില്യൺ നഷ്ടപരിഹാരമായി നൽകും. ട്രംപ് ബലാത്സംഗ കേസിൽ കുറ്റക്കാരനാണെന്ന് ABC ന്യൂസിന്റെ ആങ്കർ തെറ്റായി പറഞ്ഞതിനെതിരെയായിരുന്നു മാനനഷ്ട പരാതി. ഇക്കഴിഞ്ഞ മാർച്ച് 10 ഒരു അഭിമുഖത്തിനിടെയാണ് ആങ്കർ ജോർജ് ആവർത്തിച്ച് വിവാദ പരാമർശം നടത്തിയത്. പടിഞ്ഞാറൻ സുഡാനിലെ പ്രധാന ആശുപത്രിക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു, 20 പേർക്ക് പരിക്കേറ്റു. സ്ഥലത്ത് പ്രവർത്തനം നിർത്താൻ നിർബന്ധിതരായതായി ലോകാരോഗ്യ സംഘടന. പടിഞ്ഞാറൻ സുഡാനിലെ എൽ ഫാഷർ പ്രദേശം മെയ് മുതൽ അർദ്ധസൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ നിയന്ത്രണത്തിലാണ്. നോക്കാം പ്രാദേശിക വാർത്തകൾ. തൃശൂർ മെഡിക്കൽ കോളേജ് പരിസരത്തെ അവണൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. കാർഷിക മേഖലയിൽ വ്യാപക നാശമാണ് പന്നികൾ വരുത്തുന്നത്. പലവട്ടം കർഷകർ പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായിട്ടില്ല. തിരുവനന്തപുരം കോവളം വാച്ച് ടവർ ശോച്യാവസ്ഥയിൽ. ടവറിനുള്ളിലെ ഇലക്ട്രിക് സംവിധാനം നശിച്ച സ്ഥിതിയിലാണ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പാറക്കൂട്ടത്തിലേക്കുള്ള വഴിയും പ്രദേശവും കാട് കയറി. വഴിവിളക്കുകളുടെ തൂണുകൾ തുരുമ്പെടുത്തു. അപായ സൂചനാ ബോർഡുകൾ നിലംപൊത്തി.
അപൂർവ അനുഭവമായി എറണാകുളം എളമക്കര ക്ഷേത്രത്തിലെ ജയന്തി ആഘോഷം. താരാട്ടുപാടി ദൈവവിഗ്രഹത്തെ ഉറക്കുന്നതാണ് ഇവിടത്തെ പ്രധാന ചടങ്ങ്. തിരുതൊട്ടിലാട്ടത്തിന് എത്തുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ കുട്ടികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഹൈറേഞ്ചിലെ ആദ്യത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് എന്ന നിലയിൽ തുടക്കകാലത്തെ പല പരിമിതികൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ യാത്രയ്ക്കായി പുതിയ വാഹനം MLA ഫണ്ടിൽ നിന്ന് തുക വകയിരുത്തി അനുവദിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രഥമ സാമുവൽ ഡേവിഡ് സ്മാരക മാധ്യമ പുരസ്കാരം സമ്മാനിച്ചു. മലയാള മനോരമ മാവേലിക്കര ലേഖകൻ ബിനു തങ്കച്ചൻ പുരസ്കാരം ഏറ്റുവാങ്ങി. KJU സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്മിജൻ സമ്മാനിച്ചു. നിർദ്ദിഷ്ട വനം നിയമ ഭേദഗതി നിർദ്ദേശങ്ങൾക്കെതിരെ കോതമംഗലത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. കോതമംഗലം രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനത്തിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. വൈദികരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ പങ്കാളികളായി. ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം വാമനപുരം പുളിമാത്ത റോഡിലാണ്. തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ തന്നെ പരിശോധനകളിൽ ബ്ലാക്ക് സ്പോട്ടായി കണ്ടെത്തിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത്. 2021 ശേഷം ഏതാണ്ട് 11 പേർക്ക് ഈ വിവിധ അപകടങ്ങളിൽ മരണം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ 62-ലേറെ പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഒരു തരത്തിൽ ഇവിടെ വളവ് നിവർന്നു വരുന്ന ഒരു സ്ഥലമുണ്ട്, കയറ്റിറക്കങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അമിത വേഗത്തിൽ വാഹനങ്ങൾ പാഞ്ഞ് പോകുന്നതാണ് പലപ്പോഴും അപകടങ്ങളിലേക്ക് നയിക്കുന്നത് എന്നാണ് നാട്ടുകാരടക്കം നമ്മളോട് വ്യക്തമാക്കുന്നത്. വണ്ടിയുടെ വേഗത ഇതിലേക്കൂടെ പോകുന്ന വണ്ടി വെച്ചാൽ ഭീകരമായ സ്പീഡാണ്. ഒരു കാരണവശാലും നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. റോഡ് ക്രോസ് ചെയ്യുന്നതിന് കൃത്യമായി ഇടിവെറ്റും. വളരെ പ്രശ്നമാണ്. വാമനപുരം പുളിമാത്ത റോഡിൽ മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഭാഗത്താണ്. ഈ പൊരുന്തോണും ഈ ഭാഗത്ത് പൊരുന്തോണം മുതൽ ഈ കാര്യറ്റ് ഭാഗത്താണ് കൂടുതൽ കാണുന്നത്. അവിടെ നിന്ന് വരുന്നവർക്ക് വണ്ടി കണ്ടുകൂടാ. ഈ സൈഡിലാണെങ്കിൽ അപ്പുറത്ത് ക്രോസ് ചെയ്യാം. അവിടെ നിന്ന് വരുന്ന വലിയ ബുദ്ധിമുട്ടാണ്. ഈ കാൽനട യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാനാണ് പറഞ്ഞത്. അവിടെ നിന്ന് വരുന്ന ഇപ്പുറം കിടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെയാണെങ്കിൽ 2 സൈഡും കാണാം. അതാണ് ബുദ്ധിമുട്ട്. ഏറ്റവും വലിയ പ്രശ്നമാണ്. കൊച്ചുങ്ങളും പോകുന്നതാണ് സ്കൂളിൽ. അപ്പൊ ഈ മേഖല മുഴുവൻ ഇങ്ങനെയൊരു ഭയങ്കര അപകടങ്ങളാണ്. അപ്പൊ ഈ സിഗ്നലുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല. ഒന്നുമില്ല. ഇതാണ്ട് ഇത് വെള്ളം അടിച്ചേ ഉള്ളൂ. സീബ്ര ക്രോസിംഗ് മാത്രമാണ് ആകെ ഉള്ളൂ. പക്ഷെ വാഹനങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. ആണ്ട കണ്ടില്ലേ സിഗ്നൽ ലൈറ്റ് അതിന്റെ കുറേ ഉള്ളൂ. ഈ സിഗ്നൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഉണ്ടാവുന്നു. ഇട റോഡുകളിൽ നിന്ന് ആർക്കും ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് വണ്ടി ഇങ്ങനെ കയറി വന്നാൽ ചവിട്ടില്ലാരും അടിച്ചിട്ടാണ് പോകും. ഇവിടെ നാളെ വരും, അപ്പുറത്തുനിന്ന് വരും, ഇവിടെ നിന്ന് മേളിൽ വരും. ആരും നോക്കത്തില്ല. ചവിട്ടി അങ്ങോട്ടങ്ങ് പോവേ. മനുഷ്യൻ ഇതിലെ ഒന്ന് ക്രോസ് ചെയ്ത് പോകാൻ വരെ പറ്റാത്ത ഒരു സാഹചര്യം. കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാൽനടക്കാരാണ്. ചേട്ടാ, ഓപ്പോസിറ്റ് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. നമ്മളിപ്പോൾ യൂറിൻ പാസ് ചെയ്യാനുള്ള ഇവിടെ അത്തരമുള്ള സൗകര്യമൊന്നുമില്ല. നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയും വണ്ടികൾ ഇത്രയും ആ വേഗതയിലും കാര്യങ്ങളും ഇത്രമാത്രം ആക്സിഡന്റും കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നിട്ടുണ്ടെന്ന് അറിയാമോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളിപ്പോൾ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു വണ്ടി ഒന്ന് ചവിട്ടി തരയെടുക്കുക ചെയ്യുന്നത്. കാരണം ഇവിടെ സീബ്ര ലൈൻ തൊട്ടപ്പുറത്തേ ഉള്ളൂ. സീബ്ര ലൈൻ അതുപോലെ അവർ നോക്കാതെ വന്നിട്ട് അവർ പോവെടുക്കുകയും ചെയ്യണം. എന്തുമാത്രം ആക്സിഡന്റും കാര്യങ്ങളും നടക്കാനുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. അപ്പോൾ ആ ആശങ്കകളാണ് ഈ നാട്ടുകാരടക്കം പങ്കുവെക്കുന്നത്. കാരണം തുടർച്ചയായിട്ടുള്ള റോഡ് അപകടങ്ങൾ ഇവിടെ പതിവായിട്ടും
എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല, നടപടിയെടുക്കാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണം എന്താണ്, ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി അധികൃതരുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധ പതിയേണ്ടത്. നമുക്കറിയാം, ഈ ഇടപെടികളിൽ നിന്നൊക്കെ ഈ പ്രധാന റോഡിലേക്ക് കയറാൻ കഴിയാത്ത തരത്തിൽ തുടർച്ചയായി വാഹനങ്ങൾ ഇങ്ങനെ ചീറിപ്പായുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊരു കാൽനട യാത്രക്കാരനോ ഇടപെടലിലൂടെ ഇവിടെ നിന്ന് പ്രദേശവാസികൾക്ക് ഇവിടേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴോ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുവെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് കൂടി ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് ഇല്ല, ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ അത് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് കാരണമായി മാറുന്നു എന്ന തരത്തിലുള്ളൊരു ആശങ്ക കൂടി നാട്ടുകാർ, കടക്കാർ, വ്യാപാര വ്യവസായ സ്ഥാപനത്തിന്റെ പ്രതിനിധികളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള ഈ ഹൈവേയിൽ വളരെ മികച്ച തരത്തിൽ റോഡ് നിർമ്മിച്ചിട്ടിരിക്കുന്നു. പക്ഷേ ആ റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുമ്പോഴും അതിന്റെ വേഗത നിയന്ത്രിക്കുന്ന തരത്തിൽ കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ റോഡിലേക്ക് മറുവശം മുറിച്ചു കടക്കുന്നതിനുള്ള നടപടികളടക്കം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവിടെ ആ നടപടികൾ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കിയില്ല എങ്കിൽ, അവിടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഈ അപകടങ്ങൾ തുടർക്കഥയായി മാറുന്ന സാഹചര്യമുണ്ടാകും. ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം വാമനപുരം പുളിമാത്ത റോഡിലാണ്. തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ തന്നെ പരിശോധനകളിൽ ബ്ലാക്ക് സ്പോട്ടായി കണ്ടെത്തിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത്. 2021 ശേഷം ഏതാണ്ട് 11 പേർക്ക് ഈ വിവിധ അപകടങ്ങളിൽ മരണം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ 62-ലേറെ പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഒരു തരത്തിൽ ഇവിടെ വളവ് നിവർന്നു വരുന്ന ഒരു സ്ഥലമുണ്ട്, കയറ്റിറക്കങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അമിത വേഗത്തിൽ വാഹനങ്ങൾ പാഞ്ഞ് പോകുന്നതാണ് പലപ്പോഴും അപകടങ്ങളിലേക്ക് നയിക്കുന്നത് എന്നാണ് നാട്ടുകാരടക്കം നമ്മളോട് വ്യക്തമാക്കുന്നത്. വണ്ടിയുടെ വേഗത ഇതിലേക്കൂടെ പോകുന്ന വണ്ടി വെച്ചാൽ ഭീകരമായ സ്പീഡാണ്. ഒരു കാരണവശാലും നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. റോഡ് ക്രോസ് ചെയ്യുന്നതിന് കൃത്യമായി ഇടിവെറ്റും. വളരെ പ്രശ്നമാണ്. വാമനപുരം പുളിമാത്ത റോഡിൽ മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് നമ്മൾ